ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. അല്പം കൂടി സ്വരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അല്പം കൂടി സ്വരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, അല്പം കൂടി സ്വരം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന്, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച്, സ്തുതിച്ച്, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ചേർത്തടിച്ച് ഒരുമിച്ച് നമ്മൾ ചേർന്ന് പാടുന്നു. എല്ലാവരും കരമൊന്ന് ചേർത്തടിക്കാമോ? എല്ലാവരും പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, സന്തോഷത്തോടെ കരമടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു ജീവിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കാമോ? സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ ഇടപെടൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർത്തടിച്ച്. ഹല്ലേലൂയ. ഒറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങ് രസിച്ചപ്പോഴും. ഒറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം
അടച്ച് ഈ നല്ല ദിവസം നമുക്കൊരു നല്ല ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമായി ദൈവം മാറ്റട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രാർത്ഥനകളുണ്ട്, ഓരോ ആവശ്യങ്ങളുണ്ട്. കേവലം ഒരു ആവശ്യം, ഒരു പ്രാർത്ഥന അത് മാത്രമല്ല. എങ്കിലും നിങ്ങളുടെ സങ്കടങ്ങൾ ദൈവത്തിനറിയാം. ദൈവം നിങ്ങളെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ നമ്മൾ കൊടുക്കുന്ന സമയമാണിത്. ഈ സമയം അത്ഭുതത്തിൻ്റെയും അടയാളങ്ങളുടെ സമയമാണ്. സങ്കീർത്തകൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തകൻ ഒരു വചനം പറഞ്ഞു. 86-ാം സങ്കീർത്തനം 17-ാമത്തെ വാക്ക് ഇങ്ങനെയാണ്: ദൈവമേ, നീ എന്നെ സ്നേഹിക്കുന്നു എന്നതിന് എനിക്കൊരു അടയാളം തരണമേ. നിങ്ങൾ ആ വചനം ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാമോ? സങ്കീർത്തനം 86:17 കർത്താവേ, നീ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു എന്നതിന് എനിക്കൊരടയാളം തരണമേ. നീ എന്നെ സ്നേഹിക്കുന്നു എന്നതിന് ഒരടയാളം തരണമേ. എന്നെ വെറുക്കുന്നവർ അത് കണ്ട് ലജ്ജിതരാകട്ടെ. ദൈവം നിങ്ങൾക്ക് നല്ലൊരു അടയാളം തരട്ടെ. അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ദൈവമാണ്. എൻ്റെ ജീവിതത്തിൽ വിടുതലിനുള്ളൊരു അടയാളം തരണമേ. എൻ്റെ പ്രശ്നങ്ങൾ മാറുന്നു എന്നതിനുള്ള ഒരടയാളം എനിക്ക് തരണമേ. എൻ്റെ ജീവിതത്തിൽ ചില അത്ഭുത കാര്യങ്ങൾ സംഭവിക്കുന്നതിനുള്ള നല്ല അടയാളം തരണമേ. നല്ലൊരു അടയാളം പരിശുദ്ധാത്മാവേ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.